യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൂ നോസ് ബെറ്റർ, എനിക്കാണോ റോഹനെ അറിയാവുന്നത് അല്ലെങ്കിൽ റോഹനാണ് എന്നെ അറിയാവുന്നത്. ഇന്ന് നമ്മൾക്കത് തെളിയിക്കണം. ക്യാമറയുടെ ബാക്കിൽ അച്ചുണ്ട്, കാരണം ഐ ഡിഡ്ന്റ് വാണ്ടഡ് ദിസ് ടു ബി റിഗ്ഡ്. അതുകൊണ്ട് അച്ചുവിനെ കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എല്ലാം കൂടി അച്ചുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവസാനം നോക്കാം ആർക്കാണ് കൂടുതൽ അറിയാവുന്നുള്ളതെന്ന്. ബേബിയുടെ അഭിപ്രായം എന്താ? ഞാനായിരിക്കും. അച്ചുവാണ് നമ്മുടെ സർ, അച്ചുവാണ് നമുക്ക് മാർക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ റിലേഷൻ ആയിട്ട് 4 years ആയ അതിന്റെ പേരിലാണ് ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഓൾസോ ദിസ് ഇയർ നമ്മൾ കല്യാണം കഴിച്ച് 2 years ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൂജ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻസ്. ഫേവറേറ്റ് യൂട്യൂബർ. അപ്പം ഞാൻ എഴുതേണ്ടത് ബേബിയുടെ, ബേബി എന്റെയാണ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ഈസി. ഒരു കാര്യം ചിന്തിക്കാം, ബേബിക്ക് ഇഷ്ടമുള്ള ഞാൻ എഴുതണം. അതാണ് ഗെയിം. സ്വന്തമാണെങ്കിൽ ഗെയിം വെക്കേണ്ട ആവശ്യം. ഞാൻ കഴിഞ്ഞു, ബേബിയും കഴിയണം ഇപ്പൊ. ബേബിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ മലയാളോ? അതൊന്നും ഞാൻ പറയില്ല. ഇറ്റ്സ് ഇന്റർനാഷണൽ. ടഫ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഞാൻ കുറെ പേരെ കാണാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരാളെ പറഞ്ഞാൽ മതി അല്ലേ? ചിന്തിക്കട്ടെ. സാർ പറ. ഇവിടെ ഫേവറേറ്റ് യൂട്യൂബർ ഫിറോസിക്ക. എനിക്ക് ആ ചാനലിന്റെ പേരറിയില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഫുഡ് വ്ളോഗ് ഫിറോസിക്കയുടെ കാണാറുണ്ട്. പിന്നെ ഞാനും ഓൾസോ മീ അല്ലേ? അങ്ങനെയല്ലേ? ഭാര്യക്ക് ഫിറോസിക്കൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറേറ്റ് യൂട്യൂബർ ബേബിയാണ്. ഈ ഫിറോസിക്കയും ഇവരൊക്കെ ടൈം കളയാൻ. അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ട് ഓൾസോ മീന്ന്. അപ്പൊ അരമാർക്കാണ് ഫുൾ മാർക്കാണ്? എന്താണ് അങ്ങനെ പറഞ്ഞല്ല. എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആണ് സ്നൈപ്പർ വോൾ ആയിരുന്നു. ഫേവറേറ്റ് ആക്ച്വലി മിയ മേപ്പിൾസ്. അവര് കുറച്ച് പേരാ. അതെന്തായാലും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്നൈപ്പർ വോൾഫിന് ഞാൻ കുറെ വർഷമായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും മാർക്ക് പ്ലീസ് സാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് ചോദിക്കും. ഫേവറേറ്റ് കളർ ഈസി. ഞാൻ കഴിഞ്ഞു. ഇത്ര പാടാ എന്റെ ഫേവറേറ്റ് കളർ പറഞ്ഞോ? ഇല്ല, ബ്ലാക്ക് ഇസ് കറക്റ്റ് ആയിട്ട്. ഓ ഗുഡ് ജോബ്. ഞാൻ ഇതേക്കണം ബ്ലാക്ക് മാത്രം ആണോ? കറക്റ്റ് അല്ല. അതുപോലെ ഇങ്ങനെ കുറെ സീസണൽ കളേഴ്സ് ഇഷ്ടം. പക്ഷെ ബ്ലാക്ക് അല്ലേ മെയിൻ. ഫേവറേറ്റ് ഡിഷ് സിമ്പിൾ. ഞാൻ എടുക്കഴിഞ്ഞു പറയട്ടെ, ഷവർമ അല്ലേ? ഇത് പറയണ്ട. യാ, ഐ ലവ് പിസ്സ. ഓക്കേ, ഇറ്റാലിയൻ ഫുഡ്. യെസ്, ഭയങ്കര സിമ്പിൾ ആയി പോയതൊക്കെ. എന്താണ് ഷവർമ ഇഷ്ടം? ബിരിയാണി വരെ മയനൈസ്. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ സിമ്പിൾ. പോയേക്കണത് ആകെ ഒരു ഡെസ്റ്റിനേഷനിലാണ്, അത് തന്നെയാണ് ഫേവറേറ്റ്. ബാങ്കോക്ക് ഇഷ്ടമാണ്. സ്വിറ്റ്സർലാൻഡ് ഇഷ്ടമാണ്. നെതർലാൻഡ്സ് ഇഷ്ടമാണ് ഗൈസ്. യെസ്, പക്ഷെ ബാങ്കോക്ക് ആണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട്. ബാങ്കോക്ക് ഇസ് our ഫേവറേറ്റ്. പെട്ടെന്ന് പോകുന്നുണ്ട്. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ്. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. When we got married. ഞാൻ അത് തന്നെ നിൽക്കണം. മാരേജ്. സാഡ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. വിഷമം ഉള്ളത് അതുകൊണ്ട് മാത്രം. എനിക്ക് ആക്ച്വലി എനിക്ക് അറിയില്ല സാഡ് എന്താന്ന്. എനിക്കറിയാം, ഗോയിങ് ഫോർ വർക്ക്. ഞാൻ പറയാം നൈറ്റ് ഷിഫ്റ്റ്. വർക്ക് മാത്രമല്ല, നൈറ്റ് ഷിഫ്റ്റ് ആണ്. റോഹൻ വർക്കിന് പോകുന്നത് എനിക്ക് സാഡാണ്. ബേബി തന്നെ ആലോചിച്ച് നോക്ക്, ഞാൻ വിഷമിക്കണത് ബേബി പോകുമ്പോഴല്ലേ. സങ്കടം ഉണ്ട്, എല്ലാവർക്കും മടിയാണ് ജോലിക്ക് പോകാൻ. പക്ഷെ എന്നാലും അയ്യോ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കാറ്. ജോലിക്ക് പോകണത് വീടിന് പൈസ കിട്ടിയാൽ അത്രയും സന്തോഷം. ഫേവറേറ്റ് ചോക്ലേറ്റ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ടഫ്. എന്റെ ഈസിയാണ്. Yeah, it's correct guys. ബേബിയുടെ എനിക്ക് ലിൻഡ് ബേക്ക് എനിക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നി. ഐ റോട്ട് അമൂൽ ഡാർക്ക് ചോക്ലേറ്റ്. ഫേവറേറ്റ് ഏതാ? അന്ന് എനിക്ക് ഇതിന് മാർക്ക് വേണ്ട. ക്വസ്റ്റ്യൻ പ്ലീസ്. സോഫ്റ്റ് ഡ്രിങ്കാ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്, പക്ഷെ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല. ഫ്ലേവർ എഴുതിയിട്ടില്ല. പെപ്സി അങ്ങനത്തെ സംഭവം. ഞാനും അങ്ങനത്തെ സാധനം എന്താ കൊക്കക്കോളയാണോ? എനിക്ക് കൊക്കക്കോള ഇഷ്ടം. ഞാൻ എഴുതിയേക്കണം മറ്റേ ജിഞ്ചറയില്. ആ സാധനം എപ്പോഴും ജിഞ്ചറയിലിന്റെ ഒരു സംഭവം കിട്ടും, അതിന്റെ പേരറിയില്ല. ക്യാനില്
സോ ഫാർ നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗൈസ്. ഫേവറേറ്റ് പ്ലേസ് എക്സെപ്റ്റ് കൊച്ചി. കൊച്ചി വെച്ച് മൂന്നാറും വാഗമണ്ണും നമ്മൾ ഒരുമിച്ച്. ബേബിയുടെ ഫേവറേറ്റ് പ്ലേസ് കൊച്ചി കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ബാങ്കോക്ക് ആണ്. ആ കൊടൈക്കനാൽ എനിക്ക് ഇഷ്ടം. ബേബിക്ക് ഞാൻ ബാങ്കോക്ക് എഴുതി. പട്ടായ മാർക്ക് ഇടണോ വേണ്ടേ? നമ്മള് അസാധുവാക്കിയിരിക്കുന്നു. സോറി ഡിയർ. Ashwin Achu, thank you so much for the questions. Favorite clothing brand. Oh my god, this is so difficult. ഉപയോഗിക്കുന്നതിലാണല്ലോ, ഉപയോഗിക്കുന്നതിൽ പറയാം. ഉപയോഗിക്കാത്തതിലാണെങ്കിൽ കുറേ ഉണ്ടാവും. ഇവിടെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും at the end of the day favorite is H&M. എൻ്റെ അമേരിക്കൻ ഈഗിളും അമേരിക്കൻ ഇല്ല. കറക്റ്റാ. അഡിഡാസ് ഒറിജിൻ. സോറി എഴുതിയിട്ടില്ല. മോസ്റ്റ് ഫേവറേറ്റ് H&M അല്ലേ ഇപ്പൊ ഇട്ടേക്കണതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഐ ലൈക്ക് പ്ലം. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇഷ്ടം. കറക്റ്റ് ആണ് ആൻസർ. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എനിക്ക് ഇഷ്ടം, പക്ഷെ പ്ലം ആണ് എനിക്ക് ഇപ്പം ഇഷ്ടം. ബേബിയുടെ ഞാൻ പറയാം കാൽവിൻ ക്ലെയിൻ ആൻഡ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. കറക്റ്റ് അല്ലേ? 2024 കണ്ട ഫേവറേറ്റ് മൂവി സിമ്പിൾ ടാ. എന്നെ ഇറ്റ്സ് ഗോണ ബി ടഫ്. എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒന്നും അറിയില്ല. കാര്യം എല്ലാവരും വികാരമാണ്, അപ്പം തന്നതുപോലെയാണ്. ഞാൻ എഴുതിയേക്കുന്നത് 24 ഇറങ്ങിയതാണെന്നാണ് എനിക്ക് വിശ്വാസം. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ഐഡിയ. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഓണസ്റ്റ്ലി എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല. പക്ഷെ ബേബിയുടെ ഞാൻ പറയാം മാർക്കോ. എന്റെ ആക്ച്വലി അരമാർക്ക് കൂടുതൽ സീരീസും അനിമിയും ഒക്കെ കാണുന്നത്. കൊറിയൻ സാധനങ്ങള് അങ്ങനത്തെ ഒക്കെ യൂട്യൂബ് ആയിരിക്കും എപ്പോഴും കാണുന്നത്. അല്ലാണ്ട് മൂവീസ് വെരി റെയർ. സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് ഒരു വർഷം 2025 ഐ തിങ്ക് ഐ നോ. ഏതൊക്കെ പറയണ്ടായിരുന്നു ആൻസർ എന്ന് പറഞ്ഞു കൊടുക്കാൻ. മൂവി അല്ലാതെ ഞാൻ ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സീരീസ് ആണ്. മേ ബി യു കെൻ സേ ദാറ്റ് ഓൾസോ ബിക്കോസ് മൂവി ഞാൻ പറഞ്ഞില്ല, ഞാൻ മൂവി പേഴ്സണേക്കാൾ ഞാൻ എഴുതിയിരിക്കുന്നത് മൂവി ആണെങ്കിൽ കരാട്ടെ കിഡ് ലെജൻഡ് ആൻഡ് സീരീസ് സ്ട്രേഞ്ചർ തിങ്സ്. മനസ്സിലായ സിനിമ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ്. വെരി വെരി വെയിറ്റ്. പയ്യനൊക്കെ ചിലപ്പോ തിരിച്ചു വരും വല്ല ഗോസ്റ്റ് ആയിട്ട്. എനിക്ക് ഇഷ്ടമുള്ള മറ്റവനായിരുന്നു, മറ്റവളുടെ ബ്രദറിന്. അയ്യേ ബില്ലി. മനസ്സിലായോ? ബില്ലിന് ഒറിജിനൽ ആയിട്ട് എനിക്ക് ഇഷ്ടം, പക്ഷെ അതിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഓൾസോ ഡൈഡ്. പക്ഷെ അവന്റെ പേര് ഞാൻ ഫേവറേറ്റ് ഫുഡ് അറ്റ് ലുലു മോൾ. ഓ എനിക്കറിയാം. ഇവിടെ ഞാൻ എഴുതിയേക്കണത് ലുലുത്തെ ടീ ഷോപ്പിന്ന് സ്നാക്സ്. കറക്റ്റ് അല്ലേ? എന്റെ പറയും favorite is there, honey. Yeah, there's a favorite from Lulu Mall actually. Yeah. You should score this. Gelato ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഏതാ ഉള്ളത്? ഞാൻ ഇങ്ങനെ എഴുതിക്കണം ഫുഡ് കോർട്ടിലേക്ക് കയറുമ്പോ തന്നെ ഉള്ള ഷോ. കറക്റ്റ് ലൊക്കേഷൻ. ഗ്രില്ലെക്സ് കറക്റ്റ്. ഫുഡ് കോർട്ടിന്റെ മൈ ഫേവറേറ്റ് ഗ്രില്ലെക്സ്. ഓക്കെ, അതിന് ഞാൻ മാർക്ക്. ഗുഡ് ജോബ്. കടയുടെ പേര് എനിക്ക് കിട്ടിയില്ല. അശ്വിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞോ? Thank you Ashwin for all the questions. It was very interesting. Alina Agnes, thank you dear. Thank you so much. A dream or a wish that your partner is manifesting or wishes to achieve within 26. അതായത് 2 വർഷത്തിനുള്ളിൽ ബേബി ആഗ്രഹിക്കും. ഇതെന്താ എഴുതി കഴിഞ്ഞു? എനിക്കറിയാം ബേബി എഴുതാൻ പോണ എന്താന്ന്. ഇവിടെ ആഗ്രഹവും അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഉള്ളതാണ്. ടു ഗെറ്റ് സെറ്റിൽഡ്. ഇപ്പൊ നമ്മള് സത്യമായിട്ട് ബേബിയുടെ ആഗ്രഹം അതാണ്, എന്റെ ആഗ്രഹം അതാ. 2 years നമ്മള് 2 പേർക്ക് 2 വർഷം കൊടുക്കണം. പിന്നെ എല്ലാം ദൈവത്തിന്റെ തീരുമാനം പോലെയാണ്. നടക്കണമെങ്കിൽ ദൈവത്തിന്റെ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ലൈക്ക്
ഇനി നടന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് അവർ ഹാർട്ട്. അതുകൊണ്ട് ആരുടെ അടുത്തും ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറയും, നടക്കുമ്പോ നിങ്ങളോട് അല്ല എല്ലാം ആർക്കും പറയും. അറിയാൻ ഫാമിലിക്ക് അറിയില്ല കാര്യം ഞങ്ങൾ ആർക്കും അറിയില്ല. ലിറ്ററലി നോബഡി നോസ് അബൌട്ട് അവർ പ്ലാൻ. സോ ലെറ്റ് ഇറ്റ് ബി ഗൈസ്. ഇതിന് ഞാൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് മാർക്ക് ഉണ്ടോ ഗെറ്റ് സെറ്റിൽഡിന്? നൈസ് ക്വസ്റ്റ്യൻ. വൈ aesthetics? കൃഷ്ണ, താങ്ക് യു ഡിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ Who plans the date most? ഡേറ്റ്സ് അല്ലേ? ഡേറ്റ്സ്. ഓക്കെ, സിമ്പിൾ സാധനം ഡാ. ഇറ്റ്സ് ഒബ്വിയസ് ഡാ. ബേബി നീ of course ഞാൻ ഞാനാ. പ്ലാൻ ചെയ്യാറില്ല guys. എനിക്ക് അതിന് സമയം കിട്ടാറില്ല. ഡേറ്റ്സ് പോയിട്ട് പുറത്ത് ഇറങ്ങാൻ പോലും ഞാനാ ഗൈസ് പ്ലാൻ ചെയ്യണേ. പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യണേ. എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത് പോണേനെക്കാട്ടി അല്ലത് മാളോ പ്ലാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോണേ എനിക്ക് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് പോകണേ ഇഷ്ടമല്ല. മാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണേ എനിക്ക് വേക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ് ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാറ്. ശരിയാ. അത് വേറെ കോമഡി. എനിക്ക് മെയിനായിട്ട് ലുലു മറ്റേ ഇതിലൊക്കെ പോണേ ഇഷ്ടം. ലുലു കണക്റ്റിൽ പോവുക, Gadgets ഗാഡ്ജറ്റ്സ് നോക്കിയിരിക്കുക, ചായക്കടയിൽ പോയി കടി കഴിക്കുക, ഫുഡ് കഴിക്കുക. സിമ്പിൾ മാൻ. സിമ്പിൾ മാൻ, വെരി സിമ്പിൾ മാൻ. Travel book. ഓക്കെ, ട്രാവൽ ബഫേഴ്സ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ. താങ്ക് യു മണിച്ചേട്ടാ. Who proposed first? സിമ്പിൾ ചേട്ടാ. എന്താ ചേട്ടാ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ? പ്ലീസ് സേ ദ ആൻസർ മിസ്റ്റർ, ബിക്കോസ് ഹി പ്രപ്പോസ്ഡ്. പക്ഷെ ഞാൻ വീണ് പോയി ഗൈസ്. പറ. ഗൈസ് പ്രപ്പോസ് ചെയ്തത് മാളവികയാണ്. How dare you? Why did you call me മാളവിക now? Baby. കേട്ടോ, മാളവികാന്ന് വിളിച്ചേക്കണു. വിഷമിപ്പിച്ചു. പറ. ബേബിനെ പ്രപ്പോസ് ചെയ്തത് ഞാനാ. എന്നിട്ട് ഇപ്പൊ മാറിപ്പോയി ഗൈസ്. ഞാനാ പ്രപ്പോസ് ചെയ്തത്. കണ്ടോ, മാറി. അപ്പൊ അതിന് റോങ് മാർക്കില്ല. ഇല്ല, എവിടെ ആരാ എഴുതിയേക്കണേ? മാളവികാന്നോ? പെട്ടെന്ന് മാറിപ്പോയി. ബേബി റിയലി മാളവികാന്ന് എഴുതി. ആക്ച്വലി ഞാൻ ഇവിടെ മീന്ന് ആദ്യം എഴുതിപ്പോയായിരുന്നു. കൺഫ്യൂഷൻ ആയതാ അല്ലേ? രണ്ടുപേർക്കും മാർക്കില്ല. ഞാൻ ഹീന്ന് എഴുതിയിട്ടുണ്ട്. നീയാ ബേബിയാ പ്രപ്പോസ് ഇത് ചെയ്തത്? ഹീ എച്ച് മീന്ന് എഴുതിയിട്ട് ഹീ ആക്കി. അത് ശരിയല്ലേ? ഇല്ല, എനിക്ക് മാർക്കുണ്ട്. എടുത്തോട്ടെ. എന്തായാലും ഞാൻ ജയിക്കാനുള്ള. ഗൈസ്, ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾക്ക് ഈ വർഷം നമ്മുടെ ആനിവേഴ്സറിക്ക് ഒരു ഗ്രാൻഡ് ലവ് സ്റ്റോറി റിവ്യൂ. കല്യാണ വീഡിയോ റിയാക്ടിങ് ഉണ്ട്. കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കോമഡി വീഡിയോ ഉണ്ട് ഗൈസ്. സത്യം ഒരു friend ഉണ്ട്, ജോയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ നിങ്ങളുടെ കല്യാണ വീഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതിനും മറ്റുള്ള ധൈര്യം. മര്യാദക്കൊന്ന് കാണണം. പിന്നെ റോഹൻ നമ്മുടെ ലവ് സ്റ്റോറി പറയണമെന്ന് ഒരു വീഡിയോ വേണം. അത് കുറെ പേര് ചോദിച്ചായിരുന്നു. ബേബിയുടെ ഭാഗത്തു നിന്നുള്ള POV ആണ്. ശ്രുതി ചന്ദ്ര. ശ്രുതി ചേച്ചി. ശ്രുതി സോറി ശ്രുതി ചേച്ചി, ചിരിപ്പിക്കുക. What's the most used phrase or word? ഫ്രേസ് ഓർ വേർഡ്? എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സ് പറയാൻ എന്താണ് സത്യം? എക്സ്ക്യൂസ് മീ, എന്നെ കൂട്ടത്തിലൊക്കെ വിട്ടരുത്. അങ്ങനെയല്ല, എന്നോട് സംസാരിക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും യൂസ് ചെയ്യുന്ന ഫ്രേസ് ഞാൻ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം. ഞാൻ എപ്പോഴും അങ്ങോട്ട് ചോദിക്കുന്നത് എന്താ ബേബിനോട്, എപ്പോഴും ബേബിനോട് പറയുന്നത് there's a question I ask you every day, every night, every minute. ഫുഡ് കഴിച്ചാന്ന് അത് ഐ ലവ് യു സംതിങ് ഐ സേ. അത് ബേബിന്ന് തിരിച്ചു പറയാനുള്ളത് ഐ ലവ് യു. അത് കൺസിഡർ ചെയ്യേണ്ട. വേറൊരു സാധനം ഞാൻ എപ്പോഴും ചോദ്യമായിട്ട് ചോദിക്കും. ഞാനപ്പോ എന്റെ ആൻസർ പറഞ്ഞ ബേബിക്ക് ചിലപ്പോ അത് കിട്ടും. എന്തെങ്കിലും എഴുത്. ഞാൻ തോക്കാറില്ലെന്ന് അറിയാലോ. പക്ഷെ എപ്പോഴും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് കോഴ്സ് ഐ ലവ് യു മിസ്. മോർ ദാൻ ദാറ്റ് there is a question I asked. What is this baby? ബേ തോച്ചില്ലേ? ബേ തോച്ച. അപ്പൊ ബേബിയുടെ ആൻസർ ഞാൻ പറയാം. ഞാൻ ബേബിനോട് എപ്പോഴും ചോദിക്കുന്നത് ഇറിറ്റേറ്റ് ചെയ്യുന്നതും എന്നെ ഇഷ്ടമല്ലേ, അതാണ് ഫ്രേസ്. ഫ്രേസ് എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെയല്ല. എന്തെങ്കിലും ചോദിക്കുന്നത്, എന്തെങ്കിലും വേർഡ്. ബേക്ക് എന്താ തോന്നുന്നത്? ഐ ലവ് യു, ഐ വിസ് യു ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ ചോദിക്കണേ? ഫസ്റ്റ് ഐ ലവ് യു ഗൈസ്. അതിന് ഞാൻ നേരമാക്കറ. ഞാൻ ഇതേക്കുന്ന ക്വസ്റ്റ്യൻ റോഹൻ ഐ ലവ് യുക്ക് ശേഷം എപ്പോഴും എന്നോട് പറയുന്ന പറഞ്ഞില്ലേ? എഴുതാത്തതിന് 0 മാർക്സ്. ലവ് യു എഴുതിയിട്ടുണ്ട്. അതിന് 1/2 മാർക്ക് കൊടുക്കാം. ഓക്കെ, ബേബി എന്നോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെറുതെ ചോദിക്കണം, വഴക്കാണോ ബേബി? വെറുതെ വന്നിട്ട് എന്താ ബേബി വഴക്കാണോ? വെറുതെ ഗൈസ്, ഞാൻ എപ്പോഴും മെജോറിറ്റി ഇങ്ങനെ ചിരിച്ചോണ്ടായിരിക്കും. പക്ഷെ എനിക്കാരും കുറെ കഴിഞ്ഞ് ചിരിക്കുമ്പോൾ മതിയാകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കും അല്ലേ? It's just natural, quite natural. ജീൻസ്. chins. ജീൻസ് എന്നാണ് കേട്ടിട്ടുള്ള. ജീൻസ്. Sorry. Okay.
Okay, this is from Reshma, അല്ലേ? ബേബിയുടെ ഓഫീസിലെ Say about Rohan's office bestie. വാള് പറയണ്ട. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്റെ വർക്ക് ബെസ്റ്റീസിനെ പറ്റി പറഞ്ഞു. സോ റോഹൻ എല്ലാവരെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ കാണുന്നത്, അതുകൊണ്ട് ഇല്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ പറയാം. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് അങ്ങനെയില്ല. അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റീസ് ബെസ്റ്റീസ് ബെസ്റ്റീസ്. ഇപ്പൊ മാള് 2 റോം 3 ആണെങ്കിൽ ജയിക്കും. ആണോ? നോക്കാം. ഞാൻ തോറ്റുമേ. ബേബിയുടെ പറയാം. ബേബിയുടെ റോഹനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഞാൻ പറയാം. ചോദിച്ച ആൾ ഓഫ് കോഴ്സ് രേഷ്മ ആൻഡ് സാര. സാര എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തൊട്ടുള്ള ബെസ്റ്റ് ഈസ് സാര, ദെൻ രേഷ്മ ആൻഡ് നൗ ഓൾസോ സന്ദീപ്. പിന്നെ എല്ലാവരും എവ്രിവൺ ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ. ചുണി തന്നെ അറിയാം എന്തോരം ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. ടീമിലേക്ക് സങ്കടത്തോടെ കയറി ചെന്ന സൈഡിൽ ഒരാൾ സാറ. സെയിം അവസ്ഥ. പ്രഷർ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയില്ല. രേഷ്മ ഫ്രണ്ട് ആൻഡ് സാർ അങ്ങനെ. സന്ദീപിന് ഇപ്പൊ വന്ന് അതും എന്റെ അവസ്ഥ തന്നെ. പക്ഷെ പ്രഷർ ഒന്നും അല്ല. ഹരിഷ്മ ഡിക്സി വിദ്യ. ഹരിഷ്മയാണ് ചങ്ക്. ഹരിഷ്മ ഇസ് കറക്റ്റ്. Dix Gigi is correct. Also there's Adi Chichi. Vidya Chichi, Andrea ഉണ്ടായിരുന്നു. അപ്പൊ ആൻഡ്രിയ ഉണ്ടായിരുന്നു. ആൻഡ്രിയ is also a cousin. ചങ്ക് ഹരിഷ്മയാണ് എന്തായാലും. Yeah. ഹരിഷ്മയാണ് ആക്ച്വലി. ഞാൻ സത്യം പറഞ്ഞ ഓഫീസിൽ ഏറ്റവും ക്ലോസ് ഇസ് ഹരിഷ്മ. ഞങ്ങളുടെ വൈബ് മാച്ച്. സോ ഹരിഷ്മ സെയിം ആണ്. സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ശരിയാവില്ല. ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഫ്രം അവർ ഫേവറേറ്റ്. Thank you so much, brother. So let's go. Half is Sachin. Half. Full നമ്മൾ കേട്ടിരിക്കണം. നിങ്ങളും കേൾക്കണം. യെസ്. അടുത്ത ഫോറിൻ ട്രിപ്പ് എങ്ങോട്ടാണ്? ഫസ്റ്റ് തൊട്ട് പറഞ്ഞോ? മൊത്തം വായിച്ചോ? നോ പ്രോബ്ലം. ഹലോ റോഹൻ ബ്രോ ആൻഡ് മാളവിക സിസ്. അടുത്ത ഫോറിൻ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ആഗ്രഹം? അടുത്ത ഫോറിൻ ട്രിപ്പ് എങ്ങോട്ടാകണം എന്നാണ്? ഓക്കെ, ഞാൻ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്. ദാറ്റ് പ്ലേസ് അല്ലേ? ഓക്കെ, സ്ഥലം പറയണില്ല ഗൈസ്. ഇപ്പൊ ഞാൻ പറയില്ല. രണ്ടുപേരുടെയും ഓഫ് കോഴ്സ് രണ്ടുപേരും നെക്സ്റ്റ് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒരു ഡ്രീമാണ്. അല്ല, ഒരു ഡ്രീമാണ്. നടക്കുമെന്ന് അറിയില്ല. ഇറ്റ്സ് എ ഡ്രീം ഗൈസ്. ഇറ്റ്സ് എ ഡ്രീം. ടിപ്പിക്കൽ സ്ഥലമൊന്നുമില്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കുറേ കൺട്രീസ് ഉണ്ട്, അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ പ്ലേസ്. ബട്ട് യാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളർത്താൻ ആഗ്രഹമുള്ള എന്നാൽ ഇപ്പോൾ സ്വന്തമായി ഇല്ലാത്ത പെറ്റ് ഏതാണ്? ദിസ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇപ്പം ഉള്ളൊരു പെറ്റിൽ തന്നെ വേറെ ഒരു ബ്രീഡ് വേണമെന്നുണ്ട്. വേറെ ഇവിടെ ഇല്ലാത്ത പെറ്റാണെങ്കിൽ ദിസ് ഈസ് വെരി ടഫ് ഫണി ഫോർ മീ. ആക്ച്വലി ഇവിടെ ഉണ്ട്. വി ഹാവ് എ ഡോഗ്. റോഹനൊരു ഡോഗ് ഉണ്ട്. ഡാഷ് ഉണ്ട്. നല്ല പ്രായമുണ്ട്. ആക്ച്വലി 15 വയസ്സുണ്ട്. എൻ്റെ അറിവില് റോഹൻ ആക്ച്വലി ഡോഗ്സ് തന്നെയാണ് ഇഷ്ടം. ഐ തിങ്ക് റോട്ട് വീലറോ പിറ്റ്ബുള്ളോ അങ്ങനത്തെ അഗ്രസീവ് ബ്രീഡ്സ് വേണം എന്നാണ് ആഗ്രഹം. ഇനി വളർത്തണയാണെങ്കിൽ നോക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാ. I have trauma. ക്യൂട്ടായിട്ടുള്ള ഡോഗ്സിനെയൊക്കെ ഇഷ്ടം. I love cute dogs. Cute dogs. Shih വലുതായി എനിക്ക് പേടിയാ. സമയോടെന്ന് പറഞ്ഞ സാധനമുണ്ട്. Yeah, that's my favorite dog, guys. എന്റെ ഫേവറേറ്റ് ഡോഗ് ബ്രീഡ് ഇസ് സമയോഡ്. അത് നമ്മുടെ ഇവിടെ കിട്ടില്ല. ഹസ്കിനെ ഇഷ്ടം. ഓക്കെ, ഹസ്കിയും കൂടെ എഴുതി. പക്ഷേ there is also a pet I love. വാങ്ങിക്കില്ലടാ, പെറ്റിനെ വാങ്ങിക്കില്ല. ഒരിക്കലും മേടിക്കില്ല ഞങ്ങൾ. വളർത്താൻ പറ്റാത്തവര് മേടിക്കാത്തത് നല്ലത് അല്ലേ? They also have a life. അതുങ്ങളും അനുഭവിക്കും. എന്റെ ഫേവറേറ്റ് പാൻഡ. അതിനെ വളർത്താൻ. He's cute. Panda is cute. പട്ടിനെ പേടിയാ. പാൻഡ എനിക്ക് പാൻഡ ഭയങ്കര ഭാവോ. ഒരു അല്ലെങ്കിൽ കരടി കുഞ്ഞ്. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലെന്ന് പറഞ്ഞു. നമുക്കൊരു ഫെയർ വിൻ ആണ് വേണ്ടത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാണ്? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് കരുതരുത്. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. അതെ. ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള പെർഫ്യൂമാണ് ചോദിച്ചത്. ചൈൽഡ്ഹുഡിൽ, ഇപ്പോഴത്തെ അല്ല, ചൈൽഡ്ഹുഡിൽ സാധ്യതയുള്ളത് അല്ലേ? ആക്ച്വലി ചൈൽഡ്ഹുഡിൽ ഉപയോഗിച്ച് പറഞ്ഞാൽ ഞാൻ ഓ മൈ ഗോഡ് ഐ നോ ദിസ്. അയ്യോ,
എനിക്കറിയാം ഈ പെർഫ്യൂം, അങ്ങോട്ടും പറയണം. എനിക്കറിയാം ആക്ച്വലി പെർഫ്യൂം, പക്ഷേ അതിൻ്റെ ഞാൻ വുമൻസിൻ്റെ ആണ് എനിക്ക് പേരുള്ള, മെൻസിൻ്റെ ആണ് റോഹൻ ഉപയോഗിക്കാൻ സാധ്യത. ഐ സെഡ് ദ കറക്റ്റ് തിങ്, ഐ നോ. പറയട്ടെ. സോ ഞാൻ എഴുതിയേക്കണ ചീച്ചി. ചീച്ചി എസ് വെച്ചിട്ട് എന്താണ് ആ ബ്രാൻഡിന്റെ സ്പ്രേ ആണ്. അതിന്റെ വുമൻസ് ചീച്ചി എനിക്ക് ഓർമ്മയുണ്ട്. സാപ്പിളിന്റെ മെൻസ് ആണ് ചെറുപ്പത്തിലെ അല്ലേ? ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളത് അതായിരുന്നു അല്ലേ? ഓക്കെ, എന്റെ പറ ചെറുപ്പത്തിലെ എന്റെ കയ്യിലൊരു 5 വർഷം പഴയുള്ള ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഉണ്ട് ഗൈസ്. 5 വർഷം പഴയതുള്ളൂ. അത് ഞാൻ 5 വർഷമായിട്ട് ഇതുവരെ തീർത്തില്ല. ഇപ്പൊ തീരാറായി. അതിനു മുന്നേ ഞാൻ അങ്ങനെ ഐ വാസ് നോട്ട് ദാറ്റ് അങ്ങനത്തെ പെർഫ്യൂം. ഇപ്പൊ എനിക്ക് പെർഫ്യൂം ഇഷ്ടം. റോഹന്റെ ഒപ്പം കൂടി ഞാൻ കുറെ ക്ലീൻ ഗേൾ ശീലങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി കണ്ടപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ, കല്യാണത്തിന് ശേഷം അതേ ഡ്രസ് ഇട്ട് ഒരുമിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. ആക്ച്വലി ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഫസ്റ്റ് ടൈം വി എവർ സോ വാസ് ഇൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ 2015 കണ്ടത്. അപ്പോ അല്ല, അത് ഞാൻ പറയട്ടെ, അപ്പൊ നമ്മൾ യൂണിഫോം ആയിരുന്നു. അത് ഞാൻ പറയുന്നില്ല. പക്ഷെ 6 വർഷം കഴിഞ്ഞ് റോഹൻ എന്നോട് അത് ഞങ്ങൾക്ക് കേറില്ല, ഞങ്ങൾക്ക് കേറില്ല. അല്ല, ഞാൻ പറയട്ടെ, ശരി, അത് ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ. ലെറ്റ് മീ ജസ്റ്റ് കംപ്ലീറ്റ്. ഞാൻ പറയട്ടെ. അതായത് റോഹൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞ 6 വർഷം കഴിഞ്ഞ് ഞങ്ങള് ഫസ്റ്റ് പ്രോപ്പർ ഡേറ്റ്, അതാ ഞാൻ പറയട്ടെ. ആ ഡ്രസ്സ് എനിക്കറിയാം ആദ്യമായിട്ട് ആക്കി തന്നത് അച്ചുവാണ്. അച്ചു എന്നിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞത്. അച്ചുവാണ് ഞങ്ങളുടെ ലക്കി ചാമൊക്കെ. ഓക്കെ, ആ ഡ്രസ്സ് ആക്ച്വലി എനിക്കറിയാം. എൻ്റെ കളർ ഞാൻ പറയുന്നതിന് മുമ്പേ റോഹൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഞാനാണ് ഇപ്പോൾ ഇടുന്നത്. ആക്ച്വലി റോഹൻ അന്നിട്ടേച്ച ഡ്രസ്സ് ഞാൻ അത് സ്റ്റീൽ ചെയ്തു ഗൈസ്. അന്നിട്ടേച്ച ഡ്രസ്സ്, റോഹൻ്റെ ബാഗ് അല്ലേ, പൂമ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. പിന്നെ റോഹൻ്റെ മിക്ക സാധനങ്ങളും ഞാൻ എടുത്തു. സോറി, അത് ഞാൻ പിന്നെ ഇടാറുണ്ട്. സോ ദ കളർ ഇസ് സിമ്പിൾ ബ്ലാക്ക് ആണ്. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ഒക്കെ ഇട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഞങ്ങളൊക്കെ ഭയങ്കര ഫാഷനിസ്റ്റാസ് ആയിരുന്നു ആ സമയത്തൊക്കെ. എല്ലാവരും വിചാരിക്കും വട്ടാണെന്നല്ലേ, ചൂടത്ത് ഹുഡിയൊക്കെ ഇട്ടാ നടന്നു വെച്ചത്. വാസ് വെരി ഫണി അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് ഹോബീസ് എന്തെല്ലാമായിരുന്നു? ചൈൽഡ്ഹുഡ് ഹോബീസ് റോഹന്റെ ഒരു കുന്നു ഹോബിയാണ്. ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തരാം. ഇപ്രാവശ്യം ഏറ്റവും ഓരോ ഹോബിക്ക് ഓരോ മാർക്ക്, അല്ലെങ്കിൽ ടൈ ആയിപ്പോ. അതെ, ഓരോ ഹോബിക്കും ഓരോ മാർക്കാണ്. അല്ലെങ്കിൽ രാത്രി ഇതിന് പോയിന്റ് ഉണ്ട് കേട്ടോ ഗൈസ്. പോയിന്റ് എല്ലാം പോയിന്റ് ഞാൻ ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറെ സമയം എടുത്തായിരുന്നു. അന്ന് ഞാൻ മറ്റേ ഗെസ് ദ ലോഗോ ചലഞ്ചിൽ ഞാൻ ഒരു ദിവസം എടുത്തു അങ്ങനെ പോയിന്റ് എഡിറ്റ് ചെയ്താക്കാൻ വേണ്ടി. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്യുമുലേറ്റീവ് പോയിന്റ് രണ്ടും കാണിക്കാം. പിന്നെ ആൻസർ ഞാൻ നിങ്ങളോട് പറയും. പക്ഷേ നിങ്ങൾക്കൊരു സമയം തരാം. അപ്പൊ നിങ്ങൾ ഗെസ് ചെയ്യണം ഹൂ വിൽ വിൻ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ആര് പറയാം? ഓരോ ഹോബി ആയിട്ട് ഓരോരുത്തർ പറയാം. ഓക്കെ, ബേബിയുടെ ഫസ്റ്റത്തെ ഹോബി ക്രിക്കറ്റ്. കറക്റ്റ് ആണോ അല്ലേ എന്ന് പറയാം? കറക്റ്റ്. എന്റെ ഹോബി പറയൂ ഫസ്റ്റത്തെ. ഇനി എഴുതാൻ പറ്റില്ല കേട്ടോ. ഡാൻസ് ഇസ് കറക്റ്റ്. ബേബിയുടെ അടുത്ത ഹോബി ഫുട്ബോൾ. കറക്റ്റ്. എന്റെ അടുത്ത ഹോബി സിംഗിങ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും എന്നോട് സിംഗ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര മോശമായിരുന്നു. ബട്ട് ദാറ്റ് അത് വെച്ചോ. വേറെ ഒന്നും ശരിയായില്ലെങ്കിൽ ഞാൻ അതിന് പോയിന്റ് വരും. അടുത്തത് റോഹന്റെ അടുത്ത ഹോബി ആൻഡ് ഇപ്പോഴത്തെയും ഹോബി ഗെയിമിങ്. കറക്റ്റ് അല്ലേ? എന്റെ ഹോബി പറയൂ അടുത്തത്. പോരട്ടെ. യെസ്, കറക്റ്റ് കേട്ടോ. മാർക്കട്ടോ.
റോഹന്റെ അറിയാം. അടുത്ത ഹോബി ഫ്രണ്ട്സിനായിട്ട് സൈക്കിൾ ചവിട്ടി വെറുതെ ഇങ്ങനെ നടക്കുക. കറക്റ്റ് അല്ലെന്ന് നിങ്ങൾ സൈക്കിൾ ചവിട്ടി നടക്കുവായിരുന്നില്ലേ? കുഞ്ഞിലത്തെ ഹോബിയാണ് ചോദിച്ചാ. കുഞ്ഞിലത്തെ ഹോബി എന്തോരം സൈക്കിളിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹോബീസ് അല്ലേ ഇതൊന്നും? ഇപ്പോഴത്തെ ഹോബീസ് പറയാൻ സൈക്കിൾ കറക്റ്റ് ആണ്. എന്റെ ലിസണിങ് ടു മ്യൂസിക് ഇസ് കറക്റ്റ്. സിംഗിങ്ങിനെക്കാളും പാട്ട്. സോണി ഐ ഹാഡ് എ സോണി സ്മോൾ സ്പീക്കർ. നീ ഉണ്ടായിരുന്നോ? ഞങ്ങൾ 3 പേരും കൂടെ സൈക്കിളിൽ പോണേണ്ടാ ലേഡി ബേർഡില് ഞാൻ ഫ്രണ്ടിലാണ് ഏറ്റവും ചവിട്ടണ്, നടുക്കാലം ഇരിക്കണ്. ശരിക്കും ഇരുന്ന് ചവിട്ടേണ്ട സീറ്റില് ഒരാള്, ഞാൻ നിന്ന് ചവിട്ടണ ഫ്രണ്ടിലേക്ക് നിന്നിട്ട് ബാക്കിലെ സീറ്റിൽ ഒരാള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സൈക്ലിംഗ്. എന്റെ ബേബിയുടെ അവസാനത്തെ ഹോബി ഞാൻ എഴുതിയേക്കുന്നത് സ്ലീപ്പിംഗ്. വെറുതെ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ അച്ഛന് വരെ മനസ്സിലായില്ല ആർക്കാ കൂടുതൽ അറിയാന്നുള്ളത്. ഇറ്റ്സ് മീ ഗൈസ്. ഈ ഗെയിമിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് മീ. വാച്ചിങ് നെറ്റ്ഫ്ലിക്സ് ഇല്ലേ? ആര് വാച്ചിങ് നെറ്റ്ഫ്ലിക്സാ? ചെറുപ്പത്തിലെ നെറ്റ്ഫ്ലിക്സാ? ബേബി ചൈൽഡ്ഹുഡ് ഹോബീസ് ഞാൻ വിൻ ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ലെറ്റ്സ് ഇനി ഞങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഓൾ ദി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച്. ഹായ് ഗൈസ്, നമ്മുടെ ക്വസ്റ്റ് മാസ്റ്റർ അച്ചു നമുക്ക് സ്കോർസ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് കറക്റ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ ആരായിരിക്കും ജയിച്ചിരിക്കുന്നത്? അയാളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചില്ല, കണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എൻ്റെ കമന്റ് ബോക്സിൽ ഞാനാണ് സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടായിരുന്നു. പക്ഷേ റോഹൻ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. കാരണം നമ്മൾ 4 വർഷമായിട്ട് റിലേഷനിൽ ഇനി പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ല. മെജോറിറ്റി സാധനങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ധൃതിയിൽ തെറ്റിപ്പോയതാ. എനർജിയില്ല പാവം. ആക്ച്വലി മാർക്സ് 1 മാർക്കിന്റെ വ്യത്യാസമുള്ളൂ. അവിടെ 1 മാർക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇത് നമ്മുടെ 2 പേരും വിജയമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നതാണ്. ബിക്കോസ് യു ആർ മാരീഡ് ഗൈസ്. ആര് ജയിച്ചാലും എന്നാലും വേഗം അറിയില്ല എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഓ മൈ ഗോഡ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു അച്ചു. അച്ചില്ലായിരുന്നെങ്കിൽ ഈ പാതിരാത്രി വന്ന് ഞങ്ങളെ രക്ഷിച്ചത് അച്ചുവാണ്. താങ്ക് യു സോ മച്ച് അച്ചു. അച്ചുവിന് ചെലവായിട്ട് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ക്രെഡിറ്റ്സ് നമുക്കൊരു BTS ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് എടുത്ത് അതിടാം. ഗൈസ്, ഈ ഭയങ്കര വലിയ വീഡിയോസ് ഞാൻ വേഗം തന്നെ ഇത് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ. Peace out. Hey guys, welcome back to my YouTube channel. ആച്ചു പറഞ്ഞേ. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ മതി. യുവർ ഫേവറേറ്റ് എന്തെങ്കിലും ചോദിച്ചു. യുവർ ഫേവറേറ്റ് കളർ. ഓക്കെ സാർ.